അള്ളാന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല സഹോദരങ്ങളെ. സ്വന്തം മകൾ എന്ന പോലെ ചിന്ത പോലുമില്ലാതെ മൃഗീയമായ നിലയിൽ സ്വന്തം മകളെ, സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമകളെ പോലും മൃഗീയമായ നിലയിൽ അവളുടെ മാനത്തിന് ഹാനി വരുത്തുന്ന മൃഗങ്ങൾ ഈ ലോകത്ത് തഴച്ചു വാഴുമ്പോ ഹബീബന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്, എത്ര യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ വാക്കുകൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഫർഖു അൻ മളാജിഇഹിം, നിങ്ങളുടെ പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയെത്താറായതുമായ ആൺ പെൺകുട്ടികളെ മാതാപിതാക്കളുടെ കിടക്കയിൽ നിന്ന്, കിടപ്പറയിൽ നിന്ന് അവരെ ഒറ്റയ്ക്ക് മാറ്റി കിടത്തേണമേ. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വീടുകളിൽ ആങ്ങളെയും പെങ്ങളെയും കിടത്തു ഒറ്റയ്ക്ക് പാടില്ല. ആങ്ങളെയും പെങ്ങളല്ലേ ഹബീബെ, അതൊക്കെ പോയി, കാലങ്ങളൊക്കെ പോയി. ആങ്ങള പെങ്ങളെന്നൊക്കെ ഉള്ള കാലം അതൊക്കെ പോയി സംഭവം. എന്ത് ആങ്ങളെ, എന്ത് പെങ്ങള്, എത്ര ചരിത്രം പറഞ്ഞു തരണോ? എന്തെല്ലാം ചെറിയ ചെറിയ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്കതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആങ്ങളെയാണ് പെങ്ങളെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ വിനീതം കണ്ടിട്ടുണ്ട്. പ്രായപൂർത്തിയെത്തിയ ആങ്ങളെയും പെങ്ങളെയും ഒരേ മുറിയിൽ കിടക്കുന്നു, അവർ രണ്ടുപേരും ഒരേ കട്ടിൽ കിടക്കുന്നു. ഞാൻ അവരെ വാപ്പായും ഉമ്മയും വിളിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് പാടില്ലാതെ. ഉമ്മയോടൊപ്പം അവൾ പോയി കിടക്കട്ടെ, അവളെ ഉമ്മയോടൊപ്പം കിടത്ത്, ഉപ്പയോടൊപ്പം അവനും പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഉപ്പക്കും ഉമ്മക്കും ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എന്നാ ഞാൻ പറഞ്ഞ സമയം, അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ പിന്നെ ആങ്ങളെയും പെങ്ങളെയും ഒരു റൂമിൽ കിടത്താൻ പാടില്ലാതെ. ഒരു വാപ്പയും ഒരു ഉമ്മയും ഒറ്റയ്ക്കിരിക്കരുതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? ആയിഷ ബീവിയോടൊപ്പം ഒറ്റയ്ക്കിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് ശൈത്താനെ സൂക്ഷിക്കണേ, പിശാചിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ? എന്തിനത്? അവർക്കിടയിൽ അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാത്. ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, അന്യസ്ത്രീയുമായി ഒറ്റയ്ക്ക് നീ ഇരിക്കരുതേ. അന്യസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് അന്നാണ് അന്യസ്ത്രീ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവുക. ഇപ്പൊ സ്ത്രീ തന്നെയാണ്. വൽ ഖൽവത ബിന്നിസാ, നമ്മളത് അർത്ഥം വെക്കുമ്പോൾ അന്യസ്ത്രീ എന്ന് പറയാ. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? വൽ ഖൽവത ബിന്നിസാ, സ്ത്രീകളുമായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത് സൂക്ഷിക്കണേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇല്ലാ വസാലിസുഹും അശ്ശൈത്താൻ, മൂന്നാമനായി അവർക്കിടയിലേക്ക് കടന്നു വരുന്നത് പിശാചാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യമാണ്, സത്യം. അല്ലാഹുവിന്റെ റസൂൽ തെറ്റുപറ്റിയിട്ടില്ല. ഹബീബേ, മകനും മാതാവും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ഉപ്പയും മകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇഷ്ടം പോലെ. എന്തിനാ ഞാൻ പറയുന്നത്? നിങ്ങളുടെ കൈകളിലാണല്ലോ മൊബൈൽ ഉള്ളത്. എല്ലാ വാർത്താ മീഡിയകളും മാധ്യമങ്ങളും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് പിന്നെ അടിച്ചു നോക്കിയാൽ കാണാവുന്ന സത്യങ്ങളാണല്ലോ ഇതെല്ലാം. എന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണല്ലോ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചു തന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലഖാ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മശാലിയായ, ഏറ്റവും പരിപൂർണ ഈമാനുള്ള ഭർത്താവാരാണ്? അഹ്സനുഹും ഖുലഖാ, തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ശ്രേഷ്ഠൻ, നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം, നിങ്ങളുടെ കുടുംബിനികളോടൊപ്പം ഏറ്റവും നല്ലത് വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ ആരാണോ വർത്തിക്കുന്നത് അവനാണ് ഉത്തമൻ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതല്ലാതെ വലിയൊരു ശേഖനെ നോക്കിയിട്ടല്ല, വലിയൊരു ഉസ്താദിനെ നോക്കിയിട്ടല്ല. തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ. അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ പരിപൂർണമായവൻ, വിശ്വാസം പൂർണ്ണതയിലെത്തിയവൻ തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലേ ഉസ്താദേ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നബിതങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് മുഅ്മിനായവൻ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് ഇത്തിരി ഇടങ്ങേറുള്ള വിഷയമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതിന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരണം നൽകുകയാണ്. ലൈസ ഹുസ്നുൽ ഖുൽഖി കഫുൽ അദാ അൻഹാ ബൽ ഇഹ്തിമാലുൽ അദാ മിൻഹാ. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കലല്ല, ചെലവിന് കൊടുക്കലല്ല, വീട് വെച്ച് കൊടുക്കലല്ല.
പിന്നെന്താ ഇതിൽ കൊള്ളെന്തോണോ അവർക്ക് കൃത്യസമയത്ത് ബാങ്കിൽ പണം വരുന്നുണ്ട്, അവർക്ക് നല്ല വീടുണ്ട്, AC ഉണ്ടെന്ന് പറഞ്ഞാൽ AC വെച്ച് കൊടുത്തിട്ടുണ്ട്, അവർക്ക് വണ്ടി വെച്ചിട്ടുണ്ട്, വണ്ടിയോടൊപ്പം ഒരു ഹൗസ് ഡ്രൈവറേയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും വേണ്ടല്ലോ, എൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ അതുവരെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയല്ല പെണ്ണുങ്ങളോട് അങ്ങനെയല്ല കഴിയേണ്ടത്. പിന്നെ എങ്ങനെയാണ്? ഭാര്യമാര് എടങ്ങേറ് ചെയ്താൽ അത് നീ സഹിക്കലാണ് പരിപൂർണമായ ഈമാനിന്റെ ഉടമയെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. മനസ്സിലായോ എന്താ പറഞ്ഞേ? ഭാര്യ എടങ്ങേറാക്കിയാൽ അത് സഹിക്കണോ? നമ്മൾ മിണ്ടാണ്ടിരുന്നോണോ? രണ്ടടി അടിച്ച തടവിട്ട് ഇങ്ങനെ ഇരിക്കരുത്, ഇപ്പുറത്തും കിട്ടും ചിലപ്പോൾ ഒരെണ്ണം. നേരെ ഇരുന്നോണം. ഭാര്യയുടെ ഇടങ്ങേറ് നമ്മൾ സഹിക്കണമെന്ന് ഈമാന്റെ ലക്ഷണം അതാണ്. എന്നെ കൊണ്ട് സാധിക്കോ അബീവ, ഞാൻ ഇത്രയും പ്രസംഗിച്ചാലോ ഓളെന്തെങ്കിലും കാണിച്ച് എന്നെ കൊണ്ട് അടങ്ങിയിരിക്കുക, എന്നെ കൊണ്ട് കഴിയില്ല. സംഭവം ശരിയല്ല, ഈമാനൊക്കെ സംഭവം ശരി തന്നെയാണ്. സ്ഥാനം പറ്റുമോ? നടക്കുന്ന ആരെയാണോ? എന്തായിരിക്കും അല്ലേ പ്രസിഡന്റ്? അല്ലേ ബുദ്ധിമുട്ടല്ലേ? എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോകൂലേ? ചിലപ്പോൾ അടിയും കൊടുത്തെന്ന് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ ഭാര്യമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വദഫഅത ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഫീ സദ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ആയിഷ ബീവി നബി തങ്ങളുടെ നെഞ്ചിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു. ഫസബറത്ഹാ ഉമ്മുഹാ, തന്റെ ഉമ്മ അടുത്തിരിപ്പുണ്ട്, ഉമ്മ റഹ്മാൻ അടുത്തിരിപ്പുണ്ട്. ഫസബറത്ഹാ ഉമ്മുഹാ, ശകാരിച്ചു. നീ ആരെ അടിച്ചത്? എടി പെണ്ണെ, നീ ആരെ അടിച്ചത്? അമ്മായി അമ്മ അടുത്തിരുന്നിട്ട് പറയാണ്, നബിതങ്ങളെ അടിച്ചവള് വെറുതെ കേട്ടോ, ഒരു ചുമ്മാ ഒരു കുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ കൊൻഫോലെ ഇടിയൊന്നും അല്ല അടിച്ചത്. ചുമ്മാ വെറുതെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പം ഇങ്ങനെ ഒരു തോണ്ടൽ ഇങ്ങനെ കൊടുക്കൂലേ, സംഭവം സ്വാഭാവികമായിട്ടുള്ള അല്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് ആ ശൈത്താൻ്റെ ഒരു പണിയാണത്. അതല്ലാതെ ഇടിച്ച് കൊല്ലണമെന്നുള്ള നിയത്തിലല്ല. വടിയായി പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? അതല്ലേലും പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അടുത്തിരുന്ന് കരയുന്ന ആരാ, എനിക്കിനി ആരാണോ എന്നെ രണ്ടാം കെട്ടാൻ വരുന്നത് ഇനി ആരാണോ എന്നാണ് എൻ്റെ അർത്ഥം. കരയുമ്പോൾ ശ്രദ്ധിച്ചോണം, വെറുതെ അർത്ഥത്തോടു കൂടി അവർ കരയുള്ളൂ, അല്ലാതെ കരയൂല സംഭവം. എന്നെ ഇനി രണ്ടാമത് കെട്ടാൻ വരുന്ന ആരാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു കുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മാതാവ് ദേഷ്യപ്പെട്ടു, മോളെ ആരോടാണ് നീ വർത്തിക്കുന്നത്? അപ്പോൾ ലോകത്തിന്റെ മുത്ത്, ലോകത്തിന്റെ ഗുരുനാഥൻ, ലോകത്ത് കുടുംബജീവിതം പഠിപ്പിച്ചു കൊടുത്ത മാതൃകാ പുരുഷനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉമ്മ റൂമാനോട് പറയുകയാണ്, ദഈഹാ ഫഇന്നഹുന്ന യസ്നഅന അക്സറ മിൻ ദാലിക്. അങ്ങോട്ട് വിട് മാമി, അമ്മായി അമ്മേ. ഇവിടെ മാമി എന്നാണ് പറയാ, അമ്മായി അമ്മ, മാമി, അമ്മായി അമ്മ. അങ്ങോട്ട് വിട്, അങ്ങോട്ട് അമ്മായി. ഇതൊന്നും അല്ല അവരെന്നോട് ചെയ്യുന്നത്, ഇതിനേക്കാളും കടുപ്പത്തിലാണ് എന്നോട് ചെയ്യുന്നത്. ഇപ്പോഴല്ലേ കണ്ടുള്ളൂ, നിങ്ങൾ ഇപ്പോഴല്ലേ കണ്ടത്. ഇതൊന്നുമല്ല എന്നോട് അവർ ചെയ്യുന്നത്, ഇതിനേക്കാളും കടുത്തത് എന്നോട് ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അവിടെ ആയിഷ ബീവിക്ക് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. മനസ്സിലായോ? ആയിഷ ബീവിക്ക് ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതായിരുന്നു കുടുംബജീവിതത്തിൽ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം പരിപൂർണമായി നിറവേറ്റിയവരായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യം വരുമ്പോൾ പറയും, അന്നക തസ്അമു അന്നക റസൂലുള്ളാഹ്. ഓ, നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് കേട്ടോ, നിങ്ങൾ വലിയ റസൂലാണെന്നൊരു ധാരണ ഉണ്ട് കേട്ടോ. നമ്മുടെ എങ്ങാനും മുഖത്ത് നോക്കിയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞാലുണ്ട് അവളുടെ പല്ലും എല്ലാം കാണും വായിക്കാത്ത. നിങ്ങൾ വലിയ കുടുംബക്കാരനാണ്, വലിയ പൈസക്കാരനാണെന്നുള്ളത് വലിയ പവറും പത്രാസൊന്നും എൻ്റെ മുന്നിൽ കാണിക്കണ്ട കേട്ടോ എന്നങ്ങാണെന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ഭാര്യ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് എന്തായിരിക്കും രംഗം? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അന്നക റസൂലുള്ള, നിങ്ങൾ അള്ളാന്റെ റസൂലാണെന്നുള്ളൊരു ധാരണയുണ്ട് കേട്ടോ. ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കാണ് ഫി കലാമിൻ ഗളബത്ത്. ആയിഷ ബീവിക്ക് ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കാണ്. فتبسم رسول الله واحتمل حلما.
നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി ദേഷ്യപ്പെടുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ ആ ദേഷ്യത്തെ എല്ലാം പുഞ്ചിരിയോടെയാണ് ഹബീബായ തങ്ങൾ അത് ഏറ്റെടുത്തിരുന്നത്. അതെല്ലാം നിസ്സാരമായി തള്ളിക്കളയുമായിരുന്നു. ഓടി പെണ്ണ നിന്റെ കാര്യം കല്ലി വല്ലി കല്ലി വല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തോക്കിട്ട് ആയിഷ ബീവി അങ്ങനെ പറഞ്ഞെങ്കിൽ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലി എന്ന് പറഞ്ഞാൽ അതെന്നെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ ഇരുന്നു കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ശബ്ദമുയർത്തി സംസാരിക്കുകയാണ്. കണ്ടോ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു തആല അന്നയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. മഹദിയായ ഖദീജ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രഥമ ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂലിന് എത്ര ഭാര്യമാരുണ്ട്? അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുക്കരുത് പറഞ്ഞത്. കാരണം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ 12 ഭാര്യമാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് പിടിക്കില്ല. അരിയസിൻ്റെ അസുഖമുള്ളമാരെല്ലാം ഇന്ത്യ രാജ്യത്തിലില്ലേ? 12 എണ്ണം ഉണ്ടോ? നബിതങ്ങൾക്ക് 12 ഉള്ളൂ, ബാക്കിയുള്ളമാർക്ക് ലക്ഷങ്ങളാണ് എൻ്റെ കണക്കുകൾ പറഞ്ഞാൽ. അത് നമ്മൾ ചരിത്രം പറയുന്നതല്ല. അപ്പോൾ നമ്മളിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കുറച്ചൊരു മുന്നോട്ടിരിക്കും. ഉസ്താദേ ശരിയല്ലേ? സംഭവം ശരിയല്ലേ? അങ്ങനെയല്ലേ? നമ്മളിതിപ്പോൾ 12 ഭാര്യമാരെന്നൊക്കെ പറയുമ്പോഴേക്കും ഇതെന്താ സംഭവം, ഇത് നാറാണത്ത് ഭ്രാന്തനാണെന്ന് ചോദിച്ചളയും. അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായ കാര്യം പറയാൻ പറ്റില്ല. എന്തിന് ലൈവ്? 40-40 പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി ലൈവ് കൊടുക്കേണ്ട കാര്യം എന്ത്? നമുക്കെന്തെങ്കിലും പച്ചയ്ക്ക് വിഷയങ്ങൾ പറയണമെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ നമുക്ക് നിങ്ങൾ വിളിച്ചത് അഴീക്കോട് പ്രസംഗിക്കാനല്ലേ? അഴീക്കോട്ടുകാർ കേട്ടാൽ മതി. ദുബായിക്കാരന് കേൾക്കണമെങ്കിൽ ഞാൻ ദുബായി പോകുന്നുണ്ട് പ്രസംഗിക്കാൻ. ഞാൻ അവിടെ പോയി അവർക്ക് പ്രസംഗിച്ചു കൊടുത്തോളല്ലോ. ചൈന വരെ പോയി, മലേഷ്യയിൽ പോയി, ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിൽ പോകാൻ പോവാം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ വലിയ കാര്യമാണ്. 40 പേര് അവിടെ ഇവിടെയൊക്കെ കുത്തി നോക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ലൈവ് ഉണ്ടാക്കി നമുക്കൊന്നും പറയാനും പറ്റില്ല. സംഭവം എല്ലാം പറയുന്നതൊക്കെ അടുത്ത സമയത്ത് 2-3 വിഷയം പറഞ്ഞതൊക്കെ പിന്നെ മീഡിയയിലിട്ട് എടങ്ങറാക്കി കളഞ്ഞു. ഹദീസുകളൊക്കെ വെറും നികൃഷ്ടമായ നിലയിൽ അതിനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് മാനസികമായിട്ട് വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ വീട്ടിലിരുന്ന് കേൾക്കും അബീവേ, എല്ലാണ്ണം വീട്ടിലിരുന്ന് പുരയിലിരുന്ന് കേൾക്കും. ഇവിടെ ഇങ്ങോട്ട് വരൂലല്ലോ. പിന്നെ നമ്മൾ ഇത്രയും വലിയ സദസ്സും ഇത്രയും വലിയ കസേരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് വാല് കേൾക്കണ്ടേ? അതിന് വീട്ടിലിരുന്ന് കേട്ടാൽ മതിയോ? അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കിടക്കും, ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യും, അവരങ്ങോട്ട് അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചുകൊണ്ടിരിക്കും, അവരവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. സുഖമാ, എന്ത് സുഖം ഇത്! ലൈവാ. അത് വാലും ലൈവ്, അവിടെയും ലൈവ്, എല്ലാം ലൈവ് തന്നെ സംഭവം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വരുന്നവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരും നിർത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വരെ വിളിച്ച് എന്നെ ചോദിച്ചു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ. അതിലൊക്കെ അർത്ഥമുണ്ട് സംഭവം. പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി പറഞ്ഞാണ് 12 ഭാര്യമാരുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഭാര്യ ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. 6 പേര് ഖുറൈശി പെണ്ണുങ്ങളാണ്. ഖുറൈശി എന്ന് പറഞ്ഞാൽ തറവാടിത്തുള്ളവർ, വലിയ കുടുംബത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിന്നെ മറ്റേ റേഞ്ച് റോവർ കാറൊക്കെ കിട്ടിയേനെ നബിതങ്ങൾക്ക്. അത്രയ്ക്കും വലിയ കുടുംബത്തിലുള്ള, അതാണ് വലിയ കുടുംബക്കാർ, ഖുറൈശി കുടുംബം. നമ്മളൊക്കെ നാട്ടിൽ ഇച്ചിരി കിവർ മുത്തക്കബിരിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും ഉസ്താദെ അവരുടെ സംസാരിക്കില്ല, അവൻ വലിയ ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവനെന്ന് പറയും. അങ്ങനെ കിബറന്മാർ അല്ല ഇച്ചിരി വലിയ പവറുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുറൈശികൾ. അതിൽ 6 പെണ്ണുങ്ങൾ, 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഖുറൈശികളായിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ, സൗദ ബിൻത് സമഅ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ, റൈഹാന ബിൻത് സയ്യിദ് ബിൻ അംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ല ഉമ്മു ഹബീബക്ക് റംല എന്ന മറ്റൊരു പേരുണ്ട്. അങ്ങനെ ഈ 6 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുറൈശികളിൽ നിന്നുള്ളവരാണ്. 6 പേർ. 4 പേര് അറബി പെണ്ണുങ്ങളാണ്, അറബികളാണ്, വലിയ തറവാട്ടുകാരൊന്നും അല്ല. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹാ, ജുവൈരിയ ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹാ, സൈനബ് ബിൻത് ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ, മൈമൂന ബിൻത് ഖുസൈമ, മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ 4 പേര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരാണ്. പക്ഷേ അത് അറബികളാണ്, വലിയ കുറുമ്പക്കാരോ തറവാട്ടുകാരോ അല്ല, സാധാ അറബി പെണ്ണുങ്ങളാണ്. ഒരാള്, അപ്പോൾ 6 4 10 ആയി. ഒരാള്
ബഹുമാനപ്പെട്ട സഫിയ ബിൻത് ഹുയൈ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അതാണ് സൗദികൾക്ക് ഇപ്പോൾ ഇസ്രായേലോടുള്ള ബന്ധം. അതങ്ങനെയാണല്ലോ വരുള്ളൂ സംഭവം. ഫലസ്തീനുമായിട്ട് ട്രംപ് പോയപ്പം യേശുക്രിസ്തുവായിട്ട് സൽമാൻ രാജാവ് മക്കയിലിരിപ്പുണ്ട്. സംഭവം മക്കയിലും കൊണ്ട് ഫിറ്റ് ചെയ്യാതിരുന്ന അള്ളാഹു കാത്ത് കൊള്ളാം. ഖിയാമത്ത് നാളിൽ അടയാളം വന്നു തുടങ്ങി, പാശ്ചാത്യവൽക്കരിക്കപ്പെടുകയാണ്. നഊദു ബില്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം കാര്യമായിട്ട് കേട്ടോ, കാര്യമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുമാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് സഫിയ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു തആല ജൂതപ്പെണ്ണാണ്, ജൂതവർഗത്തിൽപ്പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് ഇവരെ കളിയാക്കും, ജൂതപ്പെണ്ണേ കണ്ടോ, പെണ്ണുങ്ങളുടെ കുശുമ്പ് കണ്ടോ, കുറുമ്പ് കണ്ടോ, പെണ്ണുങ്ങളുടെ അസൂയ എന്ന് പറഞ്ഞ സാധനം ഇന്നല്ല, അഴീക്കോട്ടുകാരികൾക്ക് മാത്രമല്ല അറബി പെണ്ണുങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ തെളിവായത് ഇടയ്ക്കിടയ്ക്ക് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹയെ നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ജൂതന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കുമ്പോൾ മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നു വന്ന് ആ പരാതി ബോധിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നാത്തൂമാര് നമ്മുടെ ഭാര്യമാരെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ഭാര്യമാര് പരാതി പറയുമ്പോൾ നമ്മൾ സമാശ്വസിപ്പിക്കണം അവളെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. നാത്തൂൻ പോലും നമ്മുടെ കുടുംബത്തിലുണ്ട്. ഭർത്താവിൻ്റെ പെങ്ങന്മാര്, നാത്തൂൻ എന്നല്ലേ പറയാ അല്ലേ, ഭർത്താവിൻ്റെ പെങ്ങള്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുമ്പോൾ രാത്രി ആകുമ്പോൾ ഒരു നാത്തൂവിനൊരു സാധനം അവൾക്ക് അവളുടെ വീട്ടിൽ പോയിക്കൂടെ, ഇവിടെ വന്ന് കിടക്കുന്നതിന് ഞാൻ ഇടങ്ങറാക്കാൻ ഒരു തേങ്ങ ഒന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് അത് പറ്റില്ല ഇത് പറ്റില്ല ഒന്നും എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങളങ്ങ് വെച്ചോണ്ടിരുന്നോ രണ്ട് കുലുക്കും ഒരു കാത്തൊക്കെ തലങ്ങണി എടുത്ത് പിടിച്ച് അങ്ങോട്ട് വെച്ചാൽ മാറി ഒറ്റ കടത്ത തീർന്നു. ഒരാഴ്ച നമ്മൾ പട്ടിണിയായി, രാത്രി പട്ടിണിയായി പോയി, സംഭവം പോയി. എന്തിനായി പണിക്കൊക്കെ പോണത്? അപ്പം നാം പറഞ്ഞേ എടി കദീഷു എന്താ നിനക്ക് പ്രശ്നം? സോപ്പിടണം അപ്പോൾ നമ്മളവളെ ഭാര്യയെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. ഏറ്റവും വലിയ തെളിവാണിത്. സഫിയ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ആയിഷ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു, ജൂതപ്പെണ്ണിൻ്റെ മോളാണ് എന്നെ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിയെ വിളിച്ചിരുത്തിയിട്ട് സമാശ്വസിപ്പിച്ചു. സഫിയെ ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. എന്താ സംഭവം? ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നീ ഒരു പ്രവാചകന്റെ മകളാണ്, ഒരു പ്രവാചകന്റെ സഹോദരിയാണ്, ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. 3 പരമ്പരയാണ് നിനക്കുള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തിൽ നിന്നാണ് നീ ജന്മമെടുത്തത്. ആ ഒരു പാരമ്പര്യം നിനക്കുണ്ട് സഫിയ. നിന്റെ സഹോദരൻ ഹാറൂനാണ്, അതും ഒരു പ്രവാചകനാണ്. അതേപോലെ നിന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ 3 പ്രവാചകന്മാർ അടങ്ങിയ ഒരു പെണ്ണാണ് നീ. അതുകൊണ്ട് സഫിയ, അറിവില്ലാത്ത വിവരമില്ലാത്ത ആയിഷ പറയുന്നത് നീ ഒരു കാര്യമായി എടുക്കരുതേ സഫിയ. ഭയങ്കര സന്തോഷം. 3 പ്രവാചകൻ. അതാ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ ചില സംഭവങ്ങളൊന്നും അറിയില്ല, മന്ദങ്ങളാ സംഭവം. 20 വയസ്സ് എപ്പോഴും കുറവാണ് സാധനത്തിന്. അതന്നെ ഞങ്ങൾ പറഞ്ഞ മക്കളല്ലേ നാക്കിസാത്ത് മക്കളെന്ന്. 20 വയസ്സ് എപ്പോഴും കുറവാണ് ഈ സാധനത്തിന്. എന്തെല്ലാം നന്മകൾ നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട്, അത് ഇതൊന്നും അറിയില്ല സംഭവം. ഭർത്താവ് ഇതൊന്നും അറിയില്ല സംഭവം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സഫിയ ബീക്ക് ഭയങ്കര സന്തോഷമായി. ഓ അൽഹംദുലില്ലാ. പക്ഷേ അവരെപ്പോഴും പിന്നെ ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈ നാത്തൂൻ പോലെ ഖിയാമത്ത് നാൾ വരെ നാത്തൂൻ തന്നെയാണ്. അടിയോടടിയും വഴക്ക്. വിഷം കലക്കി കൊടുത്തോളയും പാലിനകത്ത്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. സ്ഥലം കാലിലേക്ക് വേറെ വീട് വെച്ചു, അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭർത്താവ് ഷണ്ടനാകാൻ പാടില്ല. ഭർത്താവ് എന്ത് ചെയ്യണം? നമ്മളത് അവളോട് പറയണം, പെങ്ങളെ നീ എന്തിനടി അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? നിന്റെ ഇക്കല്ലേ ഞാൻ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്ന പെണ്ണല്ലേ, എന്തിനു നമ്മൾ പ്രശ്നം? നമുക്ക് മുസ്ലിമീങ്ങളെ നമ്മൾ സഹോദരങ്ങളല്ലേ, എന്താ നിന്റെ ആവശ്യം എന്താ? അത് ഞാൻ നിറവേറ്റി തരാം. അവളുടെ ആവശ്യം എന്താ? അത് നിറവേറ്റി കൊടുക്കുക. എന്തിനാണ് പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിക്കണം. ഇനി നാത്തൂനും പെങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ പരസ്പരം ഒക്കെ ഒന്ന് അടുക്കള പണി എടുക്കണം ഒരുമിച്ച്. അതും ചെയ്യണോ? ഇത് മുണ്ടാണ്ട് മാറി അവിടെ മാറി കിടന്ന് ഉറങ്ങും, ഒരു പണി എടുക്കൂല, സമയമാകുമ്പോൾ വന്നിരുന്ന് തിന്നാനിരിക്കും, എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറയും. അത് പ്രശ്നം തന്നെയാണ്. ആർക്കാ പ്രശ്നമില്ലാത്ത?
ആർക്കാ പ്രശ്നമാകാത്ത? നമ്മൾ ഗൾഫിൽ പോകുന്നവർ 4 പേർ റൂമിൽ കിടന്നിട്ട് 4 പേരെയും ഓരോരുത്തർ ദിവസം എഴുതി വയ്ക്കും, ബോർഡ് എഴുതിക്കും കക്കൂസ് കഴിവാൻ ഇന്ന ദിവസം ഇന്നാൾ. ഇന്നത്തെ ദിവസം തബ്ബാഹ് ചാപ്പാട് ഉണ്ടാക്കേണ്ടത് കുക്ക് ഇന്നാൾ. അവൻ ആ സമയത്ത് ചാപ്പാട് ഉണ്ടാക്കാതെയും പാത്രം കഴിവാതെയും കക്കൂസ് കഴിവാതെ ഇരുന്ന ബാക്കിയുള്ള 3 മല്ലന്മാർ കിടത്തി ഉറക്കും അവനെ പൊക്കിയെടുത്ത് എറുമി ഗുമാമയെ കൊണ്ട് തള്ളും. അപ്പം നമ്മുടെ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അനുനയിപ്പിക്കണം, ഭർത്താവിൻ്റെ പണിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹയെ അനുനയിപ്പിച്ചു. അവിടെ പ്രശ്നം ക്ലോസ് ആയി, പ്രശ്നം തീർന്ന സംഭവം, അവിടെ പ്രശ്നം തീർന്നല്ലോ. ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയോടൊപ്പം 11 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. 12ാമത് മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹ, റൈഹാന ബിന്ത് സെയ്ദ് ബിൻ അംർ എന്ന മറ്റൊരു പേര് കൂടി അവർക്കുണ്ട്. റൈഹാന എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട മഹദിയായ മാരിയത്തുൽ ഖബത്തിയയുടെ പേരാണ്. മിസ്റിലെ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സമ്മാനം 20 ഒട്ടകങ്ങളും 20 വില കൂടിയ വസ്ത്രങ്ങളും അതിനോടൊപ്പം 2 അടിമ സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി നൽകി. 2 അടിമ സ്ത്രീകളെ നജ്ജാശി രാജാവ് സമ്മാനിച്ചു. നബി തങ്ങൾക്ക് 4 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ 1 അടിമ സ്ത്രീയുമായിട്ട് മാത്രമാണ് ഹബീബായ തങ്ങൾ വീട് കൂടിയത്, ശാരീരികമായി ബന്ധപ്പെട്ടത്. അതായിരുന്നു മഹദിയായ മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ഭാര്യമാരാണ്. ഈ 12 ഭാര്യമാരിൽ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് 4ഉം 3ഉം 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. ആദ്യമായി ജനിച്ചത് ആൺമക്കളാണ്. ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു 17 മാസക്കാലം ഈ ലോകത്ത് ജീവിച്ചു. ഈ ലോകത്ത് നിന്ന് 17 മാസമായപ്പോൾ വിട പറഞ്ഞു പോയി. രണ്ടാമതായി ജനിച്ചത് അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോനാണ്. തയ്യിബ് എന്നും താഹിർ എന്നും മറ്റ് 2 പേര് കൂടി ആ പൊന്നുമോനുണ്ട്. ഇവനും ഈ പൊന്നുമോനും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഇവർ 2 പേരും അടക്കം ചെയ്യപ്പെട്ടത് മക്കയിലാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നീട് ജനിച്ചത് ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോനാണ്. അത് മാരിയത്തുൽ ഖിബ്തിയയിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനിച്ചത്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ വെറും 70 ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചത്. 70 ദിവസം പ്രായമായ പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും നിറകണ്ണുകളോടെ പറഞ്ഞു പോയി, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന യദ്മാ തദ്മാഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ ഹൃദയം വേദനിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ കണ്ണ് ഈറനണിയുകയാണ് മുത്തേ. അള്ളാഹുവിന് നിരക്കാത്തതൊന്നും ഞാൻ പറയുകയില്ല. എൻ്റെ മകൻ്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമാണ്. ആ കുഞ്ഞുമോൻ്റെ മയ്യത്തെടുത്തു പിടിച്ചിട്ട് ലോകത്തിൻ്റെ മൊത്ത് നിറകണ്ണുകളോടെ പറയുകയാണ്, ഇബ്രാഹിമേ, എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിട്ട് പോലും എനിക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇബ്രാഹിം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ എൻ്റെ കണ്ണ് ഈറനണിയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടുത്തിരുന്നു കൊണ്ട് നബിതങ്ങളെ കരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, വഅൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് കരയുകയാണോ, അങ്ങ് കരയുകയാണോ ഹബീബേ എന്ന് പറഞ്ഞപ്പോൾ ഇന്നഹാ റഹ്മത്തുൻ യബ്ന ഔഫ്, ഔഫേ, അത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. ഒരാളുടെ മരണത്തിന്റെ പേരിൽ പൊട്ടിക്കരയരുത്, നെഞ്ചത്തടിച്ച് കരയരുത്, നിലവിളിച്ച് കരയരുത്, ഒപ്പാരയിട്ട് കരയരുത്. ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. മൻ ലറബൽ ഖുദൂദ്, മരണത്തിന്റെ പേരിൽ തൻ്റെ നെഞ്ചത്തടിച്ച് തൻ്റെ മുഖത്തടിച്ച് തലയിലടിച്ച് പൊട്ടിക്കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വശഖൽ ജുയൂബ്, വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് അലമുറയിട്ട് കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വദആ ബിദഅവത്തിൽ ജാഹിലിയ, ജാഹിലിയങ്ങൾ ഒപ്പാരയിടുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ, അട്ടഹസിക്കുന്നത് പോലെ, വിളിച്ചു കൂവുന്നത് പോലെ
അതുപോലെ എൻ്റെ സമുദായത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് മയ്യത്തിന്റെ പേരിൽ, മരണത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞാൽ, നിലവിളിച്ചാൽ ഫലൈസ മിന്നാ, അവർ നമ്മുടെ സമുദായത്തിൽ പെട്ടവരെയല്ല എന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങളുടെ എല്ലാമായ കരളിന്റെ കഷണമാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ്. 70 ദിവസം മാത്രം പ്രായമായ ആ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മുഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിച്ചാലും എൻ്റെ കണ്ണ് ഈറനണിഞ്ഞാലും അല്ലാഹുക്ക് നിരക്കാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖലാകുലനാണ്, ഞാൻ ദുഃഖിതനാണെന്ന് മഹാനായ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നുമോൻ മരിച്ചത് മദീനയിൽ വെച്ചാണ്. നബിതങ്ങളുടെ 3 ആമക്കളിലെ ഒരു മകന്റെ മയ്യത്ത് മാത്രമാണ് മദീനയിൽ അടക്കം ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിലേക്ക് കൊണ്ടുപോയി അടക്കണേ. എൻ്റെ മകന്റെ മയ്യത്ത് ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിൽ കൊണ്ടടക്കണേ. നബിതങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. കണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ മയ്യത്തടക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. പാപ്പാൻ്റെ അരികിൽ മയ്യത്തൊന്ന് അടക്കണേ നമ്മളൊക്കെ പറയുമ്പോൾ ഈ കബറ് വെട്ടുകാരന്മാർക്ക് ഹാലളക്കും. അമ്മമാർ വേണമെങ്കിൽ അടക്കും, ഇയാൾ വേണമെങ്കിൽ ഇവിടെ കൊണ്ടടക്ക്, ഇല്ലെങ്കിൽ കൊണ്ട് കോർപ്പറേഷനെ അടക്കാൻ പറയും. പറയാൻ പറ്റില്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. നമ്മുടെ ഉസ്താദിൻ്റെ അരികിൽ നടക്കണേ എൻ്റെ മയ്യത്ത്, എൻ്റെ ഭാര്യയുടെ അരികിൽ എടുക്കണേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്തത് കേൾക്കും, ചില സ്ഥലത്തത് കേൾക്കൂല. ഇവിടെയൊക്കെ കേൾക്കുമായിരിക്കും അല്ലേ? കേൾക്കൂല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദിനെ നാളെ ഇവിടുന്ന് ഡിസ്മിസ്സാണ്. അതുകൊണ്ട് പിന്നെ ഉസ്താദ് പിന്നെ കുഴപ്പമില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സംഭവം ചില സ്ഥലത്ത് സംഭവിക്കും, അങ്ങനെ സമ്മതിക്കൂല. ചില സ്ഥലത്ത് ഇല്ല. പ്രസിഡന്റ് ഇവിടെ സമ്മതിക്കാറുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പ്രസിഡന്റിൻ്റെ പ്രശ്നമില്ല, നാട്ടുകാരനായതുകൊണ്ട്. ഉസ്താദന്മാരെ പറ്റും. പ്രസിഡന്റിന് ഇപ്പോൾ കമ്മിറ്റിമാരിൽ അടുത്ത കമ്മിറ്റിയിൽ തിരിച്ചു വരാമല്ലോ. അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു അഭിപ്രായം നല്ലതാണ്. അങ്ങനെ അടക്കില്ല. അങ്ങനെ നമ്മുടെ ഉസ്താദിൻ്റെ അരികിൽ, വാപ്പാൻ്റെ അരികിൽ, ഉമ്മാൻ്റെ അരികിൽ സ്ഥലം ഉണ്ടെങ്കിൽ അടക്കാം. പിന്നെ സ്ഥലമില്ലാത്ത കഴിഞ്ഞ ആഴ്ച അടക്കിയ മയ്യത്ത് തോണ്ടിയിട്ട് അവിടെ കൊണ്ട് നടക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ വേണ്ടായിട്ട് സ്ഥലമില്ലാത്തതിൻ്റെ പതിനെ മുകളിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരിച്ചപ്പം നബിതങ്ങൾക്ക് പാല് കൊടുത്ത അതേ ഉമ്മയാണ് ഉസ്മാൻ ഇബ്നു മൽഊന് പാല് കൊടുത്തത്. അപ്പം ആ മുലകുടി ബന്ധത്തിലെ ആ ഒരു സഹോദരനാണ് ഇങ്ങനത്തെ ഒരു ബന്ധം. അപ്പോൾ അതുകൊണ്ട് അവിടെ അടക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺമക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ 4 പെൺമക്കളുണ്ട്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട റുഖയ്യ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മകളാണ് ഫാത്തിമ. അത് ഏറ്റവും വലിയ സ്നേഹം കൂടുതലാണ്, വലിയ മഹബത്താണ്. എന്താ കാരണം? മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് 4-2 6 മക്കളെ അല്ലാഹു തആല നൽകിയത്. ഖദീജ ബീവിക്കാണ് 4-2 6 മക്കളെ സമ്മാനിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, മറ്റൊരാളിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി 4 ഖുതൂത്ത്. ഒരിക്കൽ ഭൂമിയിൽ 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബാക്കൾ പറയുകയുണ്ടായി, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾ അറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 1-ാമത്തെ വരയിൽ വിരൽ വെച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. സ്വർഗ്ഗലോകത്തെ പ്രഥമ വനിത ആരാണ്? സ്വർഗ്ഗലോകത്തെ ശ്രേഷ്ഠയായ വനിത ആരാണ്? അത് ഖദീജയാണ്. അതെന്റെ ഭാര്യയാണ്, അതെന്റെ മുത്താണ്, എൻ്റെ പ്രഥമ വനിതയാണ്, പ്രഥമ ഭാര്യയാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അവളാണ് സ്വർഗ്ഗലോകത്തിലെ പ്രിയങ്കരിയാണ്, പ്രഥമയായ സ്വർഗ്ഗ സ്ത്രീ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ആസിയത്തു ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയാണ്. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വർഗ്ഗലോകത്തിലെ പെണ്ണാണ്, സ്വർഗ്ഗ സ്ത്രീയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങൾ കണ്ടിട്ടില്ല ആസിയ ബീവിയെ. ഫറോവയുടെ ഭാര്യയാണ് ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഫറോവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്ന ആധുനിക ഫറോവമാരെ പോലെ അന്ന്
നിന്നിരുന്ന ഫറോവയായിരുന്നു. ആ ലഅനത്താക്കപ്പെട്ട പഹയൻ ഫറോവ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് വാദിച്ചിരിക്കുകയും ഞാനല്ലാതെ രക്ഷിതാവുണ്ടെന്ന് ആര് പറഞ്ഞാലും അവരുടെ തല കൊയ്തെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ വൃത്തികെട്ടവനായിരുന്നു ഫറോവ. ആ ഫറോവയുടെ കോട്ടകൊത്തളങ്ങളിൽ കിടന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചവളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത റളിയല്ലാഹു അൻഹ. ആ മാഷിത്ത റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഷിത്ത ബീവിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഫറോവയുടെ കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്നു പാറാവുകാരന്റെ ഭാര്യയായ മാഷിത്ത ബീവി. അള്ളാഹു ഇസ്ലാം കൊടുത്ത് ആദരിച്ചപ്പോ മാഷിത്ത മുസ്ലിമാ എന്ന വാർത്ത കേട്ടപ്പോ ഫറോവ അവളെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. മാഷിത്ത ബീവിയുടെ കുഞ്ഞുമക്കള് 2ഉം 3ഉമുള്ള ചെറിയ ചെറിയ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമക്കളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ കയ്യിലുണ്ടായിരുന്നത്. മാഷിത്ത ബീവിയോട് ഫറോവ വന്നിട്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ മാറാൻ നീ തയ്യാറുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ മേൽ നടപടിയെടുക്കാൻ ഫറോവ, ഞാൻ ഈ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് മാറുകയില്ല. പരിശുദ്ധ പ്രവാചകന്റെ ഇസ്ലാമിക ഈ ആദർശത്തെ പൽകിയ എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് കേവലം മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടാൻ നാണമില്ലാതെ കൂസലില്ലാതെ ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്താനും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് സുജൂദി ചെയ്ത നെറ്റിത്തടത്തിലെ ഭസ്മം വാരിത്തേക്കാനും മടിയില്ലാത്ത മുസ്ലിം പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയാണ് മഹദിയായ മാഷിത്ത ബീവി. മാഷിത്ത ബീവിയോട് ഫറോവ പറയുകയാണ്, ഇസ്ലാമിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപനം നടത്തിയപ്പോ മാഷിത്ത ബീവിയെ ഒരു അഗ്നികുണ്ടാരത്തിന്റെ അരികിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. മാഷിത്ത ബീവിയോട് ചോദിക്കുകയാണ്, ഫറോവ വീണ്ടും ചോദിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മൂസാ നബിയെ വിശ്വസിക്കുന്നു, ഒരിക്കലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറകോട്ടില്ല, അതിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചോര കുഞ്ഞുങ്ങളെ ആയ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ പിഞ്ചു പൈതലെ എടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ വെച്ച് ഇവനെ അറുത്തു മാറ്റും. ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും ഇണക്കമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും വാത്സല്യമുണ്ടോ? മാഷിത്ത, നീ ഇസ്ലാമിൽ നിന്ന് മാറണേ മാറണേ. ഇല്ല, ഓരോ കുഞ്ഞുങ്ങളെയും വെട്ടിമുറിച്ചിടുകയാണ്. 3ാമത്തെ പൈതലാണ്, അത് പാല് കുടിക്കുന്ന കുഞ്ഞു പൈതലാണ്. ആ പൈതലിനെ അറുക്കുന്നതിന് വേണ്ടി ഫറോവ ചെവിയിൽ പിടിച്ചുയർത്തിയപ്പോ മാഷിത്ത ബീവി പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, എന്തു ക്രൂരതയാണ് ഞാൻ ഈ കാണുന്നത് പടച്ചവനെ. ഉടനെ അതാ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുപോലെ സംസാരിക്കുകയാണ്, ഉമ്മാ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ് ഉമ്മ. അൻതിയൽ ഹഖ് യാ ഉമ്മി, എൻ്റെ ഉമ്മ, നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഇന്ന് നിങ്ങൾ വധിക്കപ്പെട്ടാലും, ഇന്ന് നിങ്ങൾ കത്തിക്കപ്പെട്ടാലും, ഇന്ന് ചാരമാക്കപ്പെട്ടാലും, നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു വന്ന ഈ പിഞ്ചു പൈതലായ എന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഷണം കഷണമായി തുണ്ടമായി മുറിക്കപ്പെട്ടാലും എൻ്റെ ഉമ്മ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോകരുതേ. ആ ഒരു പാരമ്പര്യമല്ലേ പട്ടിണി കിടന്ന പാവപ്പെട്ടവരായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നിരത്തിയിട്ട് കഷണം കഷണമായി വെട്ടിമുറിച്ചിട്ട് പോലും അല്ലാ 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 എന്ന വാക്കല്ലാതെ റോഹിംഗ്യൻ മുസ്ലിം പെണ്ണുങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതാണ് ആദർശം, അതാണ് ആദർശം. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, നാണമില്ലാത്ത മുസ്ലിം പെണ്ണെ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജീവിച്ച് വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ശരീഅത്തിനെ പണയപ്പെടുത്തിയിട്ട് കുഫാറുകളോടൊപ്പം, മുശ്രിക്കീങ്ങളോടൊപ്പം, മുനാഫിക്കീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോകാൻ നാണമില്ലേ പെണ്ണെ, നാണമില്ലേ? നാളെ നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുകയില്ല. നാളെ നീ കാഫറത്തായി ചത്തുപോയാൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്ത് നിനക്ക് നല്ല ഒരു ഇസ്ലാമിക പേര് നൽകി നിന്നെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിച്ച് 5 നേര നമസ്കാരമുള്ളവളായി മാറി, റമദാനിലെ നോമ്പെടുത്തവളായി മാറി, ഈ പരിശുദ്ധമായ ആശയ ആദർശങ്ങളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കുറവന്മാരെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു മുശ്രിക്കീങ്ങളെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു കുഫാറുകളെ കണ്ടപ്പോ, എൻ്റെ പൊന്നുപെങ്ങളെ, നിന്റെ ആദർശം മുഴുവനും നീ പണയപ്പെടുത്തി
പണിപ്പെടുത്തിയില്ല മോളെ. നാളെ നീ പ്രതീക്ഷിക്കുന്നത് നരകമാണ്. ഒരിക്കലും നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കാരണം ഒന്ന്, ഇസ്ലാമിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ, രണ്ട്, നിന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചതിന്റെ പേരിലാണ്. 18 വയസ്സ് വരെ 20 വയസ്സ് വരെ താലോലിച്ച് വളർത്തിയ നിന്റെ പൊന്നുപ്പ, നിന്റെ പൊന്നുമ്മ, അവരെ വഞ്ചിച്ചുകൊണ്ടല്ലേ പെണ്ണ് ഇന്നലെ നീ കോളേജിൽ കണ്ട ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടുന്നത്? ഏതെങ്കിലും ബസ് കണ്ടക്ടർമാരെ, ബസ്സിലെ കിളികളെ കണ്ടിട്ട്, ബസ്സിലെ ഡ്രൈവർമാരെ കണ്ടിട്ട്, പെടുത്താല് പോലും കഴുകാത്ത, ശുദ്ധി എന്തെന്ന് പോലും പഠിപ്പിക്കപ്പെടാത്ത ആ വൃത്തികെട്ടവരോടൊപ്പം കഴുകി ശുദ്ധിയാക്കി സൂക്ഷിച്ചു വെച്ച നിന്റെ ഈ ഔറത്ത് തുറന്നു കൊടുക്കാൻ എന്റെ പൊന്നു പെങ്ങളെ നാണമില്ലേ? നാണമില്ലേ? മാഷിത്താ ബീവിയിലേക്ക് നീ ഒന്ന് നോക്കണേ. മാഷിത്താ ബീവിയെ 6 കൊല ചെയ്തിട്ട് പോലും മാഷിത്താ ബീവി പറയുകയാണ്, ഞാൻ മൂസായിൽ വിശ്വസിക്കുന്നു ഫറോവ, എന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു ഫറോവ, നീ റബ്ബല്ല ഫറോവ, റബ്ബല്ല ഫറോവ. അവളുടെ വാക്ക് കേട്ട് പഠിച്ചവളാണ് ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫത്തലഅ ഫിർഔനു അലാ ആസിയ. ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇതാ കടന്നു വരികയാണ് ഫറോവ. കടന്നു വന്നുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയായ ആസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മഹദിയായ ആസിയ ബീവിയെ കുറിച്ച് ഭൃത്യന്മാരെ പറഞ്ഞത് നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളാണ്. കാരണം ഫറോവയുടെ ഭാര്യയാണ്, ഫറോവയുടെ ഭാര്യയാണ്, യജമാനന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നന്മയല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ ഫഅസ്നൗ അലൈഹാ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, ഇന്നഹാ തഅബുദു ഗൈരി, അവൾ ഞാനല്ലാതെ ഒരു ശക്തിയെ ആരാധിക്കുന്നു പോൽ, ഞാനല്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നു പോൽ അത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉടനെ ഫറോവയുടെ കിങ്കരന്മാര് പറയുകയാണ്, ഉഖ്തുൽഹാ, അവളെ തട്ടിക്കളയണേ ഫറോവ, അവളെ കൊന്നുകളയണേ ഫറോവ. അങ്ങനെ വജഅല ഉത്താദൻ അലൈഹാ ഫസ്തദ്ദ അലൈഹാ, അവളെ മലർത്തി കിടത്തുകയാണ്, കൈകാലുകളിൽ ആണിയടിക്കുകയാണ്. ഫറോവ അടുത്തേക്ക് വന്നിട്ട് ഫറോവ ചോദിക്കുകയാണ്, ആസിയ, ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് മാറാൻ നീ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് മാറാൻ പിന്തിരിയാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്കെല്ലാ ഭൗതികമായ സുഖാഡംബരങ്ങൾ നിനക്ക് ഞാൻ നൽകാമെന്ന് ഫറോവ ആസിയ ബീവിയോട് പറഞ്ഞപ്പോ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ഫറോവയുടെ ഈ ഭയാനകതയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എനിക്ക് നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരു വീട് നൽകണേ അല്ലാ. നിന്നെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ ഫറോവ എന്നെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്. ഫറോവ ആദം ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വേദനിപ്പിച്ചത് വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ്, വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ വിന്യസിച്ചുകൊണ്ടാണ്. ഭയങ്കരമായ വെയിലിൽ കൊടും ചൂടിൽ കൊണ്ടുപോയി ഫറോവ ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വിവസ്ത്രയാക്കി മലത്തി കിടത്തുന്ന സമയത്ത് പോലും ആ ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആകാശത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. ഫലഹികത്ത് ഫലഹികത്ത് ആസിയ, ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഈ ഫറോവ തന്റെ അനുയായികളെ നോക്കിയിട്ട് പറയുകയാണ്, അലാ തഅജബൂന മിൻ ജുനൂനിഹാ. ഏ ഭൃത്യന്മാരെ, ഏ ശിഷ്യഗണങ്ങളെ, ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്നാലനുഅസിബുഹാ വഹിയ തൽഹഖൂ, നാം അവളെ വേദനിപ്പിക്കുമ്പോ അവളിതാ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? അത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിച്ചതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, വറഅത് ബൈതഹാ ഫിസ്സമാ,
മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത് ആസിയ ബീവി അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് തരണമേ അല്ലാ, നിനക്ക് വേണ്ടിയാണ് ഈ പീഡനങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോ സ്വർഗലോകത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ മുന്നിൽ തന്നെ ആ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസിയ ബീവി ചിരിച്ചത്. ആ ചിരിയാണ് ഫറോവയെ പോലും അത്ഭുതപ്പെടുത്തിയത്. ഒരു കാഫിറിന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടുന്നതെങ്കിൽ എൻ്റെ പൊന്നുമോളെ, അള്ളാഹു നിന്നെ വെറുതെ വിടുകയില്ല മോളെ. വാപ്പായെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഉമ്മയെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഈ ഇസ്ലാമിക ആദർശം പണയപ്പെടുത്തിയതിന്റെ പേരിൽ, ഈ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചീഞ്ഞഴുകിയവളായി ഈ ദുനിയാവിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ അള്ളാഹു നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ആഖിറത്തിലെത്തിയാലോ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയത്തം മിൻ റഹ്മത്തില്ലാ, നാളെ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, വിദൂരമാക്കപ്പെട്ടവളാണ്. നാളെ അങ്ങനെയാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ടല്ലേ എൻ്റെ മുസ്ലിം പെണ്ണേ നീ അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടുന്നത്? ഒരു 10 മിനിറ്റ് സമയം ഒളിച്ചോടുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് ചാടിക്കോ. അള്ളാഹുവേ, എൻ്റെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ഉമ്മയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ആങ്ങളമാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ കുഞ്ഞനുജത്തിയെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ മഹല്ല് നിവാസികളെ ഞാൻ വഞ്ചിച്ചിട്ട് പോയാൽ, മദ്രസയിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദന്മാരെ വഞ്ചിച്ചിട്ട് പോയാൽ എൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കുമല്ലാ? എനിക്കത് നഷ്ടമായിരിക്കുമല്ലാ. ഇല്ല പടച്ചവനേ, ഇല്ല പടച്ചവനേ, വേണ്ട അല്ലാ, എൻ്റെ അവിവേകം നീ പുറത്തുതാ പടച്ചവനെ, എൻ്റെ അതിബുദ്ധി നീ മാപ്പാക്കണേ പടച്ചവനെ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കടി പെണ്ണേ, എങ്കിൽ അള്ളാഹു നിനക്ക് മഗ്ഫിറത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ തീയാണ് വീഴുന്നത്. അത് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ നീ മരിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളെ മാത്രമല്ല, ഇസ്ലാമിനെ കൂടിയാണ് നീ വഞ്ചിക്കുന്നതെന്ന് ആര്യ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് 2ാമത്തെ വരിയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സ്വർഗത്തിലെ 2ാമത്തെ പെണ്ണ് ആസിയത്തു ബിന്ത് മുസാഹിം ഇംറഅത്തു ഫിറഔൻ, ഫിറഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവി സ്വർഗത്തിലാണ്. ആ ഒരു പദവി വേണോ? ആ ഒരു പദവി വേണോ? നീ കെട്ടിക്കാൻ പ്രായമായോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആക്രാന്തം മൂത്തോ? വാപ്പയോട് പറ എന്നെ കെട്ടിച്ചുവിടാൻ പറ. നടക്കുന്നില്ലേ? സംഘാടകരോട് പറ എൻ്റെ വാപ്പാക്ക് എന്നെ കെട്ടിച്ചുവിടാൻ കഴിയുമൊന്നുമില്ല, എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണം, എനിക്ക് 18 വയസ്സായി, ഞാൻ തെറ്റിലേക്ക് പോകും ഉറപ്പാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വന്ന് പറ. ഇൻഷാ അല്ലാഹ് അവർ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നീ ഒളിച്ചോടണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം 72ഓളം പെണ്ണുങ്ങളെ ഈ മണ്ണിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഭാഗ്യമല്ലേ? നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ തയ്യാറായി വരുമ്പോൾ എന്തിനാണ് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത്? എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് എന്ത് നേട്ടം? എന്ത് നേട്ടം? 2 തുള്ളി ഇന്ദ്രിയം, ആർക്കും വേണ്ടാത്ത ചീഞ്ഞഴിഞ്ഞ വാളെടുക്കുന്ന നാറ്റം പിടിക്കുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമത്തെ മുഴുവനും ചവിട്ടി തേച്ചിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടി പോകുന്നത്. ഇപ്പോ ആർക്കൂടെ ഇഷ്ടം?